പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട് പ്രശസ്ത കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ ഊഞ്ഞാൽപ്പാട്ട് എന്ന മനോഹരമായ ഒരു കവിത നിങ്ങൾ കേട്ടുവല്ലോ. ആ കവിതയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുകയുണ്ടായി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറുകഥയാണ്. പി വത്സല എന്ന എഴുത്തുകാരിയുടെ ഒരു ചെറുകഥയാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. മലയാള ഭാഷയിലെ നിരവധി എഴുത്തുകാരികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാലാമണിയമ്മ, മാധവിക്കുട്ടി, സുഗതകുമാരി, അങ്ങനെയുള്ള കുറേ പേരുകൾ. അതുപോലെ ഇന്ന് ഏറെ പ്രശസ്തരായ ഖദീജ മുംതാസിനെ പോലെ, അതുപോലെ തന്നെ KR മീരയെ പോലെ, ഇങ്ങനെയുള്ള കുറേ പേരുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിരവധി എഴുത്തുകാരുണ്ട്. പ്രിയ AS വളരെ പ്രസിദ്ധയായ ഒരു ചെറുകഥ എഴുത്തുകാരിയാണ്. KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല നിരവധി പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ ഒരു പുസ്തകം കൂടിയാണ് KR മീരയുടെ ആരാച്ചാർ. ഇപ്പോൾ നോക്കൂ, അടുത്ത കാലത്ത് കേരളത്തിലേറെ വായനക്കാർ ഇഷ്ടപ്പെട്ട ഒരു നോവലിസ്റ്റാണ് R രാജശ്രീ. അവരുടെ ഒരു പുതിയ പുസ്തകം മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പുസ്തകത്തിന്റെ പേര് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകളുടെ കഥ. കണ്ണൂർ പശ്ചാത്തലമായി അവരെഴുതിയ, കണ്ണൂരിലെ ഗ്രാമ്യ ഭാഷയൊക്കെ അതുപടി അവതരിപ്പിച്ചുകൊണ്ട് അവരെഴുതിയ പുസ്തകമാണ്. ഈ എഴുത്തുകാരി ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ആ നോവൽ എഴുതാൻ അവർ ഒരു കഷ്ണം കടലാസോ ഒരു പേനയോ എടുത്തിട്ടേയില്ല എന്ന്. അത്ഭുതം തോന്നുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ? ഒരു പേനയോ ഒരു തുണ്ടു കടലാസോ ഈ ഒരു നോവൽ എഴുതാൻ എടുത്തിട്ടേ ഇല്ല എന്ന് രാജശ്രീ പറയുന്നു. എന്താ പിന്നെ ചെയ്തത്? മൊബൈൽ ഫോണിലാണ് എഴുതിയത്. അവർ പറയുന്നു, യാത്ര ചെയ്യുന്ന സമയത്തും ജോലി തിരക്കുകൾക്കിടയിലും ഒക്കെ ഫോൺ ഉപയോഗിച്ച് എനിക്ക് ഈ കഥ എഴുതാൻ കഴിഞ്ഞു. മാത്രമല്ല ആ കഥ ആദ്യമേ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണ്. പിന്നീടാണ് മാതൃഭൂമി അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചത്. അപ്പം ഈ കാലത്ത് ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യകൾ എങ്ങനെ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇനി നോക്കൂ, പി വത്സല എന്ന എഴുത്തുകാരി നെല്ല് എന്ന തൻ്റെ നോവലിലൂടെ ഏറെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ്. വയനാട് പശ്ചാത്തലമാക്കി അവരെഴുതിയ നോവലാണ് നെല്ല്. അതുപോലെ കൂമൻകൊല്ലി പ്രസിദ്ധമായ ഒരു നോവലാണ് ഗൗതമൻ, ആദിജലം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ, പൊൻവെയിൽ. ഇവയെല്ലാം നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പി വത്സലയുടെ പ്രസിദ്ധമായ രചനകളാണ്. ഇവരിന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തി കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം തേങ്ങ എന്ന ഒരു ചെറിയ കഥയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ അക്കമ്മ എന്ന ഒരു പെൺകുട്ടി, അതുപോലെ അക്കമ്മ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ അതിസമ്പന്നയായ ഒരു വീട്ടമ്മ, അവരുടെ മകൾ, അക്കമ്മയുടെ തമിഴ്നാടുകാരിയായ തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും കഠിനമായ ദാരിദ്ര്യം കാരണം കേരളത്തിലെ ഒരു ഉൾനാട്ടിലെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ വീട്ടുജോലിക്കായി എത്തിയ കുട്ടിയാണ് അക്കമ്മ.
നിങ്ങളുടെയൊക്കെ പ്രായമേ കാണും, 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം. പക്ഷേ അതിൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അയൽപക്കക്കാരായ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന ചില തമിഴന്മാരുടെ കൂടെയാണ്, ആ തമിഴന്മാരാണ് ഇവരെ ഈ വീട്ടിൽ ജോലിക്കായി എത്തിക്കുന്നത്. ഇവിടെ അക്കമ്മ എന്ന കുട്ടിയുടെ ജീവിത പശ്ചാത്തലം, സമ്പന്നയായ വീട്ടുകാരി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സമ്പന്നയായ വീട്ടുകാരി ആണെങ്കിലും ആ വീട്ടമ്മ നിറയെ സ്നേഹമുള്ള ഒരാളാണ്. ഒരിക്കലും സമ്പത്തിന്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ആ കുട്ടിയോട് അവർ പെരുമാറുന്നേയില്ല. പരസ്പര സ്നേഹത്തിന്റെ ഒരു കഥയാണ്, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ, സാഹോദര്യത്തിന്റെ, പരസ്പര ബന്ധങ്ങളുടെ ഒക്കെ ചില സൂചകങ്ങളാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തൻ്റെ നാട്ടിലെ കഷ്ടപ്പാട് കൊണ്ട്, വീട്ടിലെ ദുരിതങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് വീട്ടുജോലിക്കായി അക്കമ്മ വരുന്നു. നിറയെ തെങ്ങുകളുള്ള ഒരു വലിയ പറമ്പിലാണ് അവരുടെ വീട്. ആ വീട്ടിൽ പിന്നെയുള്ളത് കോളേജിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയാണ്. അതിൽ കഥാപാത്രത്തെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്, സംഗീത ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ കുട്ടിക്ക് ഇവിടെത്തുമ്പോൾ, ഈ സ്ഥലത്തെത്തുമ്പോൾ ആകെ പേടിയാണ്. പക്ഷേ വീട്ടിലെ സൗഹൃദപൂർണമായ പെരുമാറ്റം, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ വീടും വീട്ടുകാരും ഒക്കെയായി നന്നായി ഇണങ്ങുന്നു. എങ്കിലും അവൾ ചില സമയങ്ങളിലൊക്കെ തൻ്റെ വീട്ടുകാരെ പറ്റി ഓർക്കുന്നു, തൻ്റെ കുടിലിനെ പറ്റി. അതിൽ വിശേഷപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടി ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ ധാരാളം തെങ്ങുകളുണ്ട്. തേങ്ങയൊക്കെ അനാഥമായി ഇങ്ങനെ കിടക്കുകയാണ് പറമ്പിൽ. ആ വീട് കിടക്കുന്ന തേങ്ങകളൊന്നും അവിടെ വലിച്ചു കൂട്ടാനൊന്നും ആരുമില്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. ഇത് കാണുമ്പോൾ കുട്ടിയെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. ഈ തേങ്ങയെ കുട്ടികളായിട്ട് സങ്കല്പിക്കുകയാണ്. ആരാ സങ്കല്പിക്കുന്നത്? അക്കമ്മ. ആ കുട്ടികൾ കൊച്ചുകുട്ടികളാണ്. അവ എന്താവുന്നു? വെയിലേറ്റ് മഴയേറ്റ് പറമ്പിൽ അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ടോ അക്കമ്മയ്ക്ക് അത് സഹിക്കുന്നില്ല. കാരണം അവളുടെ നാട്ടിൽ തേങ്ങ എന്നത് അപൂർവ വസ്തുവാണ്. അതിൽ കഥയിൽ പറയുന്നുണ്ട്, ആകെ അവർക്ക് തേങ്ങയൊന്നുമില്ല. ആകെ ഉത്സവ സമയത്ത് മാത്രം കോവിലിൽ നേദിക്കാൻ മാത്രമാണ് ഒരു തേങ്ങ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെ വലിയ വില കൊടുത്ത്. അതേ ഉള്ളൂ. അത് തന്നെ കോവിലിൽ നേദിക്കാനാണ്, അല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്കല്ല. അപ്പൊ ഇങ്ങനെ തേങ്ങ അനാഥമായി കിടക്കുന്നത് കണ്ടപ്പോൾ അനാഥ കുഞ്ഞുങ്ങളെ പോലെ തോന്നി. മാത്രമല്ല അവയൊക്കെ കുട്ടി പെറുക്കി കൂട്ടി തേങ്ങാപ്പരയിൽ കൊണ്ടിട്ടു. അത് കാണുന്ന ഈ വീട്ടമ്മയുടെ മകൾ അത്ഭുതത്തോടെ അമ്മയോട് പറയുന്നുണ്ട്, ഈ കുട്ടി ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്താണ് വട്ടാണോ അവൾക്ക്, തേങ്ങയെല്ലാം ഇതാ പെറുക്കി കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ വീട്ടമ്മയുടെ പ്രതികരണം നമുക്കത് അവസാന ഭാഗത്ത് വായിക്കാവുന്നതാണ്. വീട്ടമ്മ തൻ്റെ പൂർവ്വകാലത്തെ കുറിച്ച് ഓർക്കുന്നു. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട്. അമ്മയുടെ സ്വർണം വരെ വിറ്റിട്ടാണ് അച്ഛൻ ആ പറമ്പിൽ പണിയെടുത്ത് തെങ്ങിൻ തൈകൾ വെച്ച് ആ തെങ്ങിൻ തൈകളെ നോക്കി വളർത്തി വലിയ തെങ്ങുകളാക്കി മാറ്റി തേങ്ങാക്കുല കണ്ടതിന് ശേഷമാണ് അച്ഛൻ മരിച്ചു പോകുന്നത്. ആ രംഗം അതിൽ അവസാനം പറയുന്നുണ്ട്. അപ്പൊ അമ്മയുടെ സ്വർണം പോലും വിറ്റിട്ടാണ് ഈ പറഞ്ഞ ഈ തെങ്ങൊക്കെ അച്ഛൻ വളർത്തി വലുതാക്കി എടുത്തത്. അപ്പൊ അന്നത്തെ ഒരു കൂട്ടായ്മ, ആ കാർഷിക സംസ്കൃതി, പരസ്പരമുള്ള ബന്ധങ്ങൾ എല്ലാം ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ രീതിയിലാണ് ഈ കഥയുടെ അവതരണം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ഇരുപ്പിൽ നമ്മൾ വായിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടെ അത് വായിച്ചു പോകും. നിങ്ങൾ നന്നായിട്ട് ഈ കഥ ഒന്ന് മനസ്സിരുത്തി വായിക്കണം. ഞാനിതിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ വത്സല എന്ന് പറഞ്ഞ എഴുത്തുകാരിയെ കുറിച്ച് സൂചിപ്പിച്ചു, അവരുടെ പ്രസിദ്ധങ്ങളായ കൃതികളെ കുറിച്ച് സൂചിപ്പിച്ചു. ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു.
നിങ്ങൾ അതിവിശദമായി തന്നെ ഈ കഥയെ നിങ്ങളൊന്ന് വിലയിരുത്തണം. എന്നിട്ടോ ചില പ്രവർത്തനങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയുന്ന പ്രവർത്തനമാണ് കഥാപാത്ര നിരൂപണം. ഈ കഥയിലെ കഥാപാത്രങ്ങളാണ്, പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് അക്കമ്മയും ഈ അക്കമ്മ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ വീട്ടമ്മയും. നമുക്ക് ഈ അക്കമ്മ എന്ന കഥാപാത്രത്തെ ഒന്ന് നിരൂപണം ചെയ്താലോ? അപ്പൊ എന്താണ് കഥാപാത്ര നിരൂപണം എന്ന് നമ്മൾ അറിയണ്ടേ? ഞാനൊരു ഉദാഹരണം പറയാം. ബാലരമ വായിക്കുന്നവരല്ലേ നിങ്ങളെല്ലാം, അല്ലേ? ബാലരമയിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണല്ലോ മായാവി, അല്ലേ? മായാവിയുടെ ഉറ്റ സുഹൃത്തുക്കൾ ആരെല്ലാമാണ്? കുട്ടൂസനും ഡാകിനിയുമാണോ? അല്ല, രാജുവും രാധയുമാണ്. അത് വേറൊരാളുണ്ടല്ലോ, ഒരു മറ്റൊരു കുട്ടിച്ചാത്തൻ, കുന്തത്തിലൊക്കെ പോകുന്ന, ആരാണത്? ലുട്ടാപ്പി, അല്ലേ? അതുപോലെ ദുർമന്ത്രവാദിനിയായ ഡാകിനി, ദുർമന്ത്രവാദിയായ കുട്ടൂസൻ, അല്ലേ? അതുപോലെ വിക്രമൻ, മുത്തു, അല്ലേ? അത് ഡാകിനിയുടെയും അതുപോലെ കുട്ടൂസന്റെയും ഒക്കെ കൂട്ടുകാരാണ്, അവരുടെ ടീമിൽപ്പെട്ട ആളാണ്, അല്ലേ? കഥ വായിക്കുമ്പോൾ പലപ്പോഴും ആ ചിത്രകഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, രാജുവിനെയും രാധയെയും ഏത് ആപൽ ഘട്ടങ്ങളിലും സഹായിക്കുന്ന ആളാണ് ആര്? മായാവി, അല്ലേ? എന്താണ് രാജുവും രാധയും അവർ ആപത്തിൽപ്പെടുന്ന സമയത്ത് അവര് ഈ മായാവിയുടെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. എന്താണത്? അതെ, ഇപ്പൊ കുട്ടൂസനും ഡാഗിനിയും ഒക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ 8ന്റെ പണി ഈ രാജുവിനും രാധയ്ക്കും ഒക്കെ കൊടുക്കുമ്പോൾ അവരൊരു മന്ത്രം ചൊല്ലിയിട്ടാണല്ലോ മായാവിയെ വരുന്നത്. എന്താണത്? ഓം ഹ്രീം കുട്ടിച്ചാത്ത. അതെ, അത് തന്നെ, ഓം ഹ്രീം കുട്ടിച്ചാത്ത. മായാവി അങ്ങനെ അവരെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും, അല്ലേ? അവർ വിളിച്ചാൽ വെളിപ്പുറത്ത് മായാവി എത്തും. മായാവി ഈ പറഞ്ഞ ശത്രുക്കളെ സംബന്ധിച്ച് അവർക്കൊക്കെ മായാവിയെ പേടിയാണ്, അല്ലേ? വിക്രമന്, മുത്തുവിന്, കുട്ടൂസന്, ഡാഗിനിക്ക്, അല്ലേ? കുട്ടൂസനും ഡാഗിനിയും ഒരാൾ ദുർമന്ത്രവാദിയും മറ്റേയാൾ ദുർമന്ത്രവാദിനിയുമാണ്. പല സമയത്തും അവര് മായാവിയെ പിടികൂടാറൊക്കെ ഉണ്ട്, എന്നാലും മായാവി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും, അല്ലേ? അല്ലെങ്കിൽ രാജുവും രാധയും രക്ഷപ്പെടുത്തും. അപ്പൊ മായാവി എന്ന കഥാപാത്രത്തെ നമുക്ക് നിരൂപണം ചെയ്തുകൂടെ? അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മായാവിയുടെ സ്വഭാവവിശേഷങ്ങൾ, അല്ലെ? മായാവി എത്രമാത്രം സൗഹൃദം അല്ലെങ്കിൽ കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെ? അതുപോലെ കൂട്ടുകാരെ എങ്ങനെയെല്ലാം മായാവി ഏതെല്ലാം ഘട്ടങ്ങളിലാണ് മായാവി കൂട്ടുകാരെ സഹായിക്കാറുള്ളത്, അല്ലെ? ഇങ്ങനെയുള്ള സൂചനകൾ വെച്ചുകൊണ്ട് മായാവി എന്ന കഥാപാത്രത്തെ നമുക്ക് നിരൂപണം ചെയ്തുകൂടെ? ഞാൻ ഈ ബാലരമയും മായാവിയും പറയാൻ കാരണം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ, അല്ലേ? മായാവി എന്ന കഥാപാത്രത്തെ കുറിച്ച് നമുക്കൊരു നിരൂപണം തയ്യാറാക്കാം. ഇനി പിന്നീട് അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്, കുട്ടൂസനെ കുറിച്ച് നിങ്ങൾക്കൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കിക്കൂടെ? നിങ്ങളുടെ വായനാനുഭവത്തിൽ നിന്നും തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അതുപോലെ ഈ കഥയിൽ നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നത് ആരെക്കുറിച്ചാണ്? അക്കമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ്. കഥയിൽ സവിശേഷങ്ങളായ നിരവധി സന്ദർഭങ്ങളുണ്ട്. ഈ തെങ്ങുകൾ അക്കമ്മയെ നോക്കി സന്തോഷത്തോടെ അവര് തല താഴ്ത്തി നിന്നുകൊണ്ട് അക്കമ്മയോട് ചിലതൊക്കെ പറയുന്നതായിട്ട് അക്കമ്മയ്ക്ക് തോന്നുന്നുണ്ട്. തെങ്ങുകളെ സംബന്ധിച്ചോളം അവരുടെ മക്കളാണല്ലോ തേങ്ങകൾ. അപ്പൊ വെയിലും മഴയും ഏറ്റു കിടക്കുന്ന തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്ന അക്കമ്മയെ, അല്ലെ, അവർക്ക് സ്വാഭാവികമായിട്ടും ആ തെങ്ങുകൾക്ക് ആ അക്കമ്മയോട് ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ തല താഴ്ത്തി നിൽക്കുന്ന തെങ്ങുകളും അക്കമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാൻ ഇതില് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കഥ നന്നായിട്ട് വായിച്ച ശേഷം 2 പ്രവർത്തനങ്ങളാണ് ഈ കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. 2 പ്രവർത്തനങ്ങൾ മാത്രം. ഒന്നെന്താണ്? അക്കമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മായാവിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 17ാം പേജിൽ ഈ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. സംഭാഷണം എഴുതാൻ. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. തെങ്ങുകൾ അവളോട് എന്തെല്ലാമോ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക.
എന്തെല്ലാമായിരിക്കും പറയാനുണ്ടാവുക? അക്കമ്മയുടെ മറുപടി എന്താവാം? സംഭാഷണം തയ്യാറാക്കുക. അക്കമ്മയും തെങ്ങുകളും തമ്മിലുള്ള, തെങ്ങുകൾ വേണ്ട, അക്കമ്മയും തെങ്ങും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്.